ഹലോ മൈ ഗൈസ്. അപ്പോൾ ഫൈനലി അതും നടന്നു. പെരുന്നാളും സ്കൂൾ വർക്കെല്ലാം എല്ലാം ഒന്നിച്ച് തന്നെ. അപ്പം പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പണ്ടാരം ഒരുക്കുന്നത്. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമ്മൾ സേവ് ചെയ്ത പൈസ കൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കണം എന്നാണ് ഒരാഗ്രഹം. അപ്പം നമ്മൾ നോമ്പിനെ സേവ് ചെയ്ത് വെച്ച പൈസ ഉപ്പാക്ക് കൊടുത്തിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ച്. അപ്പം ഉമ്മാരെ പണ്ടാരണ്ട് ഈ പൊട്ടിച്ചത്. പിന്നെ ഞാൻ എൻ്റെ പണ്ടാരത്തിൽ പൈസ എടുത്തിട്ട് ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ എല്ലാവരും ഇത് കൂട്ടിയപ്പോൾ 6,000 ഉണ്ടായിന്. പിന്നെ വേഗം റെഡി ആയിട്ട് കണ്ണൂർ സെഞ്ചുറിയിലേക്ക് കണ്ടുവിട്ടത്. നമ്മുടെ വണ്ടി കണ്ണൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിനാട്ടോ പോയത്. പോകുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിന് പോകുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു. പിന്നെ സെഞ്ചുറിയിൽ എത്തി. പിന്നെ അമ്മ എല്ലാവർക്കും കൂടി എടുക്കാൻ ജസ്റ്റ് സെഞ്ചുറി പോയിട്ടുണ്ടായിരുന്നത്. ചോട്ടകൾക്കൊക്കെ എടുത്ത് ആകുമ്പോഴത്തേക്കിന് 3 മണി ആയിരുന്നു. പിന്നെ ഒന്നും പറയണ്ട, ഈ സമയം പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഭയങ്കര ക്രൗഡാന്നേനു. നെഹോനും നൂറാക്കല്ലോ ഇങ്ങനത്തെ ചുരിദാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെജക്ക് പിന്നെ ചുരിദാർ ഇട്ടിട്ട് വല്ല വൃത്തിയില്ല. അപ്പോൾ ഓക്ക് പിന്നെ അവളെ പാൻറ്റും കുപ്പായം തന്നെയാണ് ടോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഒക്കെ നോക്കാൻ വേണ്ടി പോരാൻ പിന്നെ നമുക്കെല്ലാം നല്ലതൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് അമ്മ പിന്നെ ഓർക്ക് മാത്രം വാങ്ങിയിട്ട് പിന്നെ അമ്മ നേരെ ഫാമിലി എത്തിയപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ വേറൊരു ലോകാണ്. പിന്നെ അവിടെ കയറിയാൽ പിന്നെ തന്നെ ഈ ഒരു ഡ്രിങ്ക് കിട്ടി. ഡ്രിങ്കും കുടിച്ചിട്ട് അമ്മ പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ ഇങ്ങനത്തെ ചുരിദാർ എടുക്കാൻ വിചാരിച്ചിട്ട് പോയത്. അപ്പം പിന്നെ അവിടെ ഇത്തിരി അമ്മ ചുരിദാറൊന്നും വലിയ പിടിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം പിന്നെ ഞാൻ പിന്നെ വേറെ ലോങ് ടോപ്പാണ് എടുത്തത്. അപ്പം പിന്നെ ഉമ്മയും സാരിയും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ഇങ്ങനത്തെ ചുരിദാർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഇത്തിരം ഇങ്ങനത്തെ ഒരു ടോപ്പെല്ലാം കണ്ടിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇങ്ങനത്തെ ഒരു ടോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബില്ലാക്കിയിട്ട് പിന്നെ അമ്മ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു. അതിനൊരു ഫേമസ് നടക്കുന്ന സൗദി ഷവായി ഇപ്പോൾ കണ്ണൂരും വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അവിടത്തേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ അവിടെ എത്തി നല്ല തിരക്കായിരുന്നു. പിന്നെ അമ്മ അവിടെ പാവം കോഴികളെല്ലാം ഇതിനുള്ളിൽ കടന്ന് ബന്ധ് ഫ്രീ ആകുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഇരിക്കലാണ്ടോ പണി. പിന്നെ ലാസ്റ്റ് നമുക്ക് മുകളിൽ സീറ്റ് കിട്ടിയിട്ട് പിന്നെ നേരെ പിന്നെ മുകളിൽ പോയിട്ട് ഇരുന്ന്. ഇതിലെ ചിക്കൻ മാത്രമല്ല കേട്ടോ ടേസ്റ്റ്. റൈസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആയിട്ട് മന്തിപ്പ് പിടിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ആക്സിഡന്റ് ആയിട്ട് കണ്ടത്. ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ ആക്സിഡന്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ അവിടെ കുറേ സമയം നിന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലവ് യു ആൻഡ് ബൈ ബൈ.